ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് പറയാനായിട്ട് ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. സോ കാർഡ് നമ്പർ 1, കാർഡ് നമ്പർ 2 and 3. ഓക്കെ, ഇത് 7 ചക്ര ഹീലിംഗ് ബ്രേസ്ലെറ്റ് ആണ്. നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ലേ, എൻ്റെ ഉള്ളതുകൊണ്ട് കാണിച്ചു എന്ന് മാത്രം. ഇത് മൂൺ സ്റ്റോൺ, ഇമോഷണലായിട്ട് ബാലൻസ് ചെയ്യാൻ നല്ലതാണ്. ഇത് ടൈഗേഴ്സായി കുറച്ച് വർക്ക് ഒക്കെ വരാൻ വേണ്ടിയിട്ട്, ജോലിയൊക്കെ കൂടുതൽ ചെയ്യാൻ തോന്നാനായിട്ട് അത് നല്ലതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇത് ഫുൾ ടൈം ഇടാൻ പാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എൻ്റെ മാമിൽ നിന്ന്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ബ്രേസ്ലെറ്റ് ചൂസ് ചെയ്തവരുടെ കാർഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇത് ഇങ്ങനെ എടുക്കുകയാണ് ഞാൻ. അത് കാർഡ് എങ്ങനെയോ തലതിരിഞ്ഞ് പോണതാണ് ഞാൻ വെച്ചപ്പോൾ. ദ എംപ്രസ് എനർജി എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ എനർജിയാണ്. നോക്കട്ടെ, എല്ലാ കാർഡും തലതിരിഞ്ഞാണ് ഇരിക്കണേ, നോക്കട്ടെ, എങ്കിൽ മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഓക്കെ എല്ലാം തലതിരിഞ്ഞ് പോയി ഞാൻ വെച്ചപ്പോൾ. ഓക്കെ, അപ്പോൾ എംപ്രസ് കാർഡ് എന്ന് പറയുമ്പോൾ ബ്യൂട്ടിഫുൾ എനർജിയാണ്. നിങ്ങൾ ഇമോഷണലാണ്, നിങ്ങൾ ചുറ്റുമുള്ളവരെ കെയർ ചെയ്യാൻ നോക്കുന്നുണ്ട്, നിങ്ങൾ പോസിറ്റീവാണ്, നിങ്ങളതിൽ പൈസ ഉണ്ടാവാനാണ് സാധ്യത, അല്ലെങ്കിൽ വരുന്ന സമയത്ത് പൈസ ഉണ്ടാവും. ലൈക്ക് എ ക്യൂൻ. ഓക്കെ, അതാണ് ഒരു ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യൂൻ്റെ എനർജിയാണ്. അപ്പോൾ ഇത് 10 of Cups ആണ്. നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പ് എല്ലാം നല്ലതായിരിക്കും, നല്ലതാവാൻ പോകണുണ്ടായിരിക്കും. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ മാരേജ് പ്രപ്പോസൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും നല്ല കാര്യം നടക്കാനുള്ള സാധ്യതയുണ്ട്. കുഞ്ഞുവാവ ആഗ്രഹിക്കുന്നവർക്ക് കുഞ്ഞുവാവയെ കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് കിട്ടിയ മെസ്സേജ്. അപ്പോൾ നമുക്ക് തേർഡ് കാർഡ് നോക്കാം. 8 of Wands. 8 of Wands എന്ന് പറഞ്ഞാൽ ഫാസ്റ്റായിട്ടുള്ള എന്തെങ്കിലും ഒരു മെസ്സേജ് റിസീവ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് എത്താനുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് കിട്ടിയ മെസ്സേജ്. അപ്പോൾ ഇതെല്ലാം പോസിറ്റീവ് കാർഡാണ്. ഇത് കണ്ട ഈ റീഡിങ് ക്ലെയിം ചെയ്യാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ജസ്റ്റ് ഞാൻ ഈ ബ്രേസ്ലെറ്റൊക്കെ ഒന്ന് കാണിച്ചു, നിങ്ങളൊന്ന് ഹീലിംഗ് സ്പിരിച്വാലിറ്റി ആയിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ളവർക്ക് അറിയായിരിക്കും. അങ്ങനെയുള്ളവർ ഇത് വാങ്ങിക്കണമെന്നുള്ളത് അവരുടെ ചോയ്സാണ്. അല്ലാതെ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. എൻ്റെ കയ്യിലുള്ള ബ്രേസ്ലെറ്റ് ഞാൻ ഇട്ടിട്ടുമുണ്ട്. എല്ലാവരും ബ്രേസ്ലെറ്റ് ഇടണമെന്നോ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിൽ വരണമെന്നോ ഒന്നും നിർബന്ധമില്ല. ജസ്റ്റ് നമ്മുടെ കർമ്മ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ മതി. ശരി, നന്മകൾ ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവും. അല്ലാതെ എല്ലാവരും സ്പിരിച്വാലിറ്റി ഞാൻ ഉദ്ദേശിക്കുന്ന സ്പിരിച്വാലിറ്റി സന്യാസവും അല്ല, എന്നാൽ പോലും വരണമെന്ന് നിർബന്ധവും ഇല്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.